ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഞങ്ങൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഇന്നിവിടെ ഫ്രൈഡേ ആയി. ഞങ്ങൾ ഫ്രൈഡേ നൈറ്റ് ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഒരു 3 days ട്രിപ്പാണ്. ഞങ്ങളിപ്പോൾ ഉള്ള പ്രോവിൻസ് എന്ന് പറയുന്നത് ഒണ്ടാരിയോ. ഇവിടുന്ന് ഒരു 900 kilometers ഡ്രൈവ് ഉണ്ട് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്. മെയിനായിട്ട് 3 സ്ഥലത്താണ് പോകുന്നത്. മോൺട്രിയാൽ, ഒട്ടാവ, ക്യൂബക് എന്ന് പറയുന്ന 3 സ്ഥലത്താണ് പോകുന്നത്. ക്യൂബക്കിലാണ് ഫസ്റ്റ് പോകുന്നത്. ക്യൂബക് എന്ന് പറയുന്നൊരു ഫ്രഞ്ച് സിറ്റിയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആ കാണാൻ. പിന്നെ പാർത്തനുമായിട്ട് പോകുന്ന ഫസ്റ്റ് ട്രിപ്പാണ്. 3 days പാർത്തൻ എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കൊരു ടെൻഷനും ഉണ്ട്. അപ്പോൾ ക്യൂബക്കിൽ വെച്ച് ഞാൻ പോവാ. അഞ്ജലി അഭിഷേകം വന്നിട്ടുണ്ട്. ഇത് അഞ്ജലി, ഇതാ എൻ്റെ ഫ്രണ്ട്, കുഞ്ഞിലായിട്ടുള്ള എൻ്റെ കൂട്ടുകാരിയാണ്. ഇത് ഹസ്ബൻഡ്. ഹായ് അഭിഷേക്. ഞാൻ വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. നന്നായിട്ട് ഇതെല്ലാം വരും. ഞങ്ങൾ ഇറങ്ങാൻ പോവാ. ഇപ്പൊ സമയം എത്ര? ഇപ്പൊ സമയം 11:37. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇനി ബൈ. പാർത്ത സെറ്റ് ആയിട്ടിരിക്കുക. ഞങ്ങളങ്ങനെ പമ്പ ഗണപതി സോങ് ഒക്കെ ആയിട്ട് അങ്ങ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് ഇവിടുന്ന് പോകേണ്ട സ്ഥലം ഒരു 900 kilometers ഉണ്ട്. ഏകദേശം ഒരു 9 hours ഡ്രൈവ് ഉണ്ട്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സുമായിട്ടാണ് പോകുന്നത്. അവരെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ഞങ്ങൾ സ്കാർബ്രോ എന്ന് പറയുന്ന സ്ഥലത്താണ് വെച്ചാൽ ഞങ്ങൾ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയത്. ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ പാർത്തന ഞങ്ങൾ കയ്യിലെടുത്തോണ്ടിരിക്കുക. ചന്തു ഇപ്പോൾ പാർത്തന വണ്ടി നിർത്തിയിടുമ്പോൾ പാർത്തന കാർ സീറ്റിലിരിക്കത്തില്ല. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ പാർത്തൻ കാർ സീറ്റിലിരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പാർത്തനെ എടുത്ത് ചന്തു ഇങ്ങനെ കൈ പിടിച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ടൈം 12:30 ആയി. അവർ കുറച്ച് ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്തു. ഇവരാണ് ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്തവര്. ദിസ് ഈസ് ജസ്റ്റിന, ദാറ്റ് ഈസ് നിതിനസ് നായർ. ഇതാണ് ഞങ്ങളുടെ ആൾക്കാരാണ് ഞങ്ങള്. ഇവിടുന്ന് ഒരു 800 kilometers ഡ്രൈവ് ഉണ്ട്. നൈറ്റ് ഫുള്ള് ഡ്രൈവ് ചെയ്യണം. അതുകൊണ്ട് ഞങ്ങളൊരു കാപ്പിയൊക്കെ കുടിച്ചൊന്ന് സെറ്റ് ആവുക. ഞങ്ങളുടെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി തരാം. ആ ബ്ലൂ ടീഷർട്ട് ഇട്ട ആൾ ഗോകുൽ, സ്പെക്സ് വെച്ച ശരത്ത്. ഇവർ രണ്ടുപേരും നിന്നെ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്ത് ചെയ്യാ? അങ്ങനെ ഫ്രഷപ്പിനും മീറ്റപ്പിനും ശേഷം ഞങ്ങൾ വീണ്ടും ക്യൂബക്കിലേക്കുള്ള യാത്ര തിരിച്ചു. നൈറ്റ് ഫുൾ ഡ്രൈവ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഓൺ റൂട്ടിൽ കയറുന്നുണ്ടായിരുന്നു. ഈ ഓൺ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒന്ന് കോഫി കുടിക്കണം, അല്ലെങ്കിൽ ഒന്ന് വാഷ്റൂമിൽ പോകണം, അല്ലെങ്കിൽ കുഞ്ഞിന് ഡയപ്പർ ചേഞ്ച് ചെയ്യണം. അതിനെല്ലാം ഉള്ള സൗകര്യങ്ങളുള്ള സ്ഥലമായിരുന്നു. ഓൺ റൂട്ട് ഭയങ്കര നീറ്റുമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ലോങ് ട്രിപ്പ് പോകുന്നതും ഈ ഓൺ റൂട്ടിൽ കയറുന്നത് ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഏകദേശം ഒരു 6 hours ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 2 hours കൂടെ ഉള്ളു തോന്നുന്നു ക്യൂബക് സിറ്റിയിലെത്താൻ. ഇപ്പം നേരെ നന്നായിട്ട് വെളുത്ത് വരുന്നുണ്ട്. ഞാനും അഞ്ജലി നൈറ്റ് കുറച്ചൊക്കെ ഉറങ്ങി. പക്ഷെ ഇവർ രണ്ടുപേരും ഉറങ്ങിയിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. മാറിയും തിരിഞ്ഞും വണ്ടി ഓടിക്കുമായിരുന്നു. ഇനി ഞങ്ങളുടെ കൂടെ ഉള്ളവർ പുറകിൽ വരുന്നുണ്ട്. ഞങ്ങൾ ഓൺ റൂട്ടിൽ വെച്ച് 2-3 ഓൺ റൂട്ടിൽ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും അറിയാതെ പാർത്ഥൻ നല്ല സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു. പാർത്ഥന് ആ കാർ സീറ്റിലിരുന്ന് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ അവൻ അറിയുന്നതേ ഇല്ലായിരുന്നു യാത്ര പോകുന്നത്. നൈറ്റ് വീട്ടിൽ ഉറങ്ങുന്നത് പോലെ തന്നെ സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു പാർത്ഥൻ്റെ ആ രാത്രി മുഴുവൻ. കൊണ്ടാരി വിട്ടതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓൺ റൂട്ടുകളൊന്നും പിന്നെ കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കുറച്ചൊന്ന് അലഞ്ഞു. ഇവിടെ ഒരു ടിമ്മിൽ കയറിയിട്ട് അവർ ആദ്യം അലോ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഓൾറെഡി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദോശയും സാമ്പാറുമായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ അവർ അവിടെ ഇരുന്ന് കഴിക്കാൻ ആദ്യം ഒന്നും സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവരുടെ കാലും കൈയും പിടിച്ച് അവിടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നോക്കി. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായ വാങ്ങിച്ചു ഗൈസ്. ഒരു ചായ വാങ്ങിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന ദോശയും സാമ്പാറും ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ ഓൾഡ് ക്യൂബക് സിറ്റിയിലേക്ക് എത്തി. ഓൾഡ് ക്യൂബക് സിറ്റിയിലെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിരുന്നു ഈ പാലം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. ആ ദൂരെ കാണുന്ന വാട്ടർഫോൾസ് ഇല്ലേ, ആ വാട്ടർഫോൾസാണ് മൗണ്ട് മൊറൻസി വാട്ടർഫോൾസ്. ആ വാട്ടർഫോൾസിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ വാട്ടർഫോൾസിലെത്തി. മൗണ്ട് മൊറൻസി വാട്ടർഫോളിലാണ്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇതിലൂടെ അകത്തോട്ട് പോകണം. നമ്മൾ വരാൻ നേരത്ത് ഫീസ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് എൻ്റർ ചെയ്യാനായിട്ടുള്ള ഫീസ് ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. പെർ ഹെഡിന് $13 വെച്ച് അവർ പേയ്മെൻറ്റ് വാങ്ങിച്ചേ. ഇത് ഇവിടുത്തെ എൻട്രൻസാണ്. ഇവിടെ കുറച്ച് ഷോപ്പുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം കോഫിയോ എന്തെങ്കിലും സ്നാക്സോ ഒക്കെ കഴിക്കണമെങ്കിൽ അതിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു അതിൻ്റെ എൻട്രൻസ്. നമ്മൾ ഈ എൻട്രൻസിൽ കൂടെ തന്നെ വാട്ടർഫോൾസിലോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വാട്ടർഫോൾസിൻ്റെ ഒരു ലോങ് വ്യൂവിൻ്റെ സൈഡിലെത്തി. അതാ വാട്ടർഫോൾസിൻ്റെ ലോങ് വ്യൂ. ഞാനും ഭർത്തനും കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തു. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കുറച്ച് ഫോട്ടോ എടുത്തു.
ഇനി ഇവിടുന്ന് ഒരു കിലോമീറ്റർ നടക്കണം നമുക്ക് വാട്ടർഫോൾസിൻ്റെ അടുത്തെത്താൻ. അങ്ങനെ പാത്തനുമായിട്ട് ചന്തു വാട്ടർഫോൾസിൻ്റെ അടുത്തോട്ട് നടക്കുക. ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ആ കോണിപ്പടി കാണുന്ന ആ വഴിയെ കൂടെ നമുക്ക് വേണേൽ വാട്ടർഫോൾസിൻ്റെ മുകളിൽ എത്തിയിട്ട് അതിൻ്റെ വ്യൂ കാണാം. കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടും. ഈ ഒരു വഴിയായിരുന്നു നമുക്ക് വാട്ടർഫോൾസിൻ്റെ അടുത്ത് പോകാൻ പറ്റുന്നത്. നല്ലൊരു വ്യൂ കിട്ടുമായിരുന്നു. പക്ഷെ ഞാനും ഭർത്തനും ഒത്തിരി അടുത്തോട്ട് പോയില്ല, കാരണം ഒരുപാട് വെള്ളം അടിക്കുന്നുണ്ട്. ഞാൻ അവനെ കൊണ്ട് മാറിയിരിക്കുമായിരുന്നു. ഫ്രണ്ട്സൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു, ഒരുപാട് ഫോട്ടോ എടുത്തു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് മൗണ്ട് മറൻസി വാട്ടർഫോൾസ്. ഇവിടെ 2 ബോർഡ് കാണുന്നില്ലേ? ഇതൊന്നും വായിക്കാൻ പറ്റത്തില്ല, കാരണം ഇതെല്ലാം ഫ്രഞ്ചിലായിരുന്നു. പക്ഷേ കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ കേബിൾ കാർഡ്സ് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റോപ്പ് ക്ലൈമ്പിങ്, അങ്ങനെ പല പല ആക്ടിവിറ്റീസ്. വാട്ടർഫോൾസ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഓടി വരുമായിരുന്നു, കാരണം ഞങ്ങൾക്ക് അതിലും വലിയൊരു കാര്യം കാണാനുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ 2020 വേൾഡ് കപ്പ് ഫൈനൽ നടന്ന ദിവസമാണ് ഞങ്ങൾ ക്യൂബക്ക് പോയത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോൾ കുറേ ആൾക്കാർ കൂട്ടമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് അവരും വാച്ച് ചെയ്യുമായിരുന്നു. ഇന്ത്യയുടെ പല സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാരായിരുന്നു. നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, സൗത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഓവർ ആയപ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാ ഇന്ത്യക്കാരും ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു ആ ഗ്രേറ്റ് ഹിസ്റ്ററി വാച്ച് ചെയ്തത്. ഇന്ത്യ ജയിച്ച ആവേശത്തിൽ തന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. അവിടുന്ന് ഇൽഡി ഓർലൻഡ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. അതൊരു ഗ്രാമപ്രദേശമായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു, നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാനൊരു നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഈ ഷിപ്പൊക്കെ പോകുന്നത് കാണാൻ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. രാത്രി ഫുള്ള് ഡ്രൈവ് ചെയ്തു, ഒരുപാട് സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. ഇനി റൂമിൽ ചെന്നിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ ഉള്ളൂ. ഇനി അടുത്തത് ഞങ്ങൾ പോകുന്നത് ഇബക്കിൻ്റെ ഒരു ഓൾഡ് സിറ്റിയിലോട്ടാണ്. അതുകൊണ്ട് തന്നെ റൂമിൽ ചെന്നിട്ട് എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോകുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്ന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു, റെസ്റ്റ് ചെയ്തു. ഞങ്ങളങ്ങനെ എല്ലാവരും റെഡിയായി. വെട്ടമില്ല നമുക്ക്. ഈ ടൂറിൻ്റെ ഏറ്റവും മെയിൻ അട്രാക്ഷനും ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചു വരാനുള്ള ഒരു സിറ്റിയാണ് ക്യൂബക് സിറ്റി. നമ്മൾ ആ ക്യൂബക് സിറ്റിയിൽ കൂടെ നമ്മളിപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 വശത്തും ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. ഇതെല്ലാം ഫ്രഞ്ച് കെട്ടിടങ്ങളാണ്, പഴയ കാലത്തെ കെട്ടിടങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും ഒരു മനോഹാരിതയെ നമുക്ക് കാണാം. ഞങ്ങളിത് ക്യൂബക്കിൽ വിസിറ്റ് ചെയ്ത ഫസ്റ്റ് പ്ലേസ് ആയിരുന്നു. ഒരു ലേക്കിൻ്റെ സൈഡിലുള്ള ഒരു മനോഹരമായ ഒരു വ്യൂ ആയിരുന്നു ഇത്. ഒരുപാട് കുഞ്ഞു കെട്ടിടങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന് ബാക്കിലായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോട്ടലുണ്ടായിരുന്നു. ഈ ഹോട്ടലിൻ്റെ പേരെനിക്കറിയത്തില്ല, ഒരു ഫ്രഞ്ച് പേരായിരുന്നു, ഞാൻ മറന്നുപോയി ആ പേരെന്താണെന്ന്. പക്ഷേ നിങ്ങൾ വരുവാണെങ്കിൽ സൂപ്പർ വ്യൂ കിട്ടുന്നൊരു പ്ലേസാണ്. അതേപോലെ ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റും നിങ്ങൾക്ക്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഈ അപ്പൂപ്പൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്തോടെ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ക്യൂബക്കിൻ്റെ ഓൾഡ് സിറ്റി സ്ട്രീറ്റിലേക്കായിരുന്നു. ഇവിടുത്തെ കെട്ടിടങ്ങളാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ കെട്ടിടങ്ങളായിരുന്നു. ആ സ്ട്രീറ്റിലൂടെ നടക്കാൻ തന്നെ ഒരു ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന പ്ലേസ് ആയിരുന്നു ഇത്. നല്ല ചാറ്റ മഴയൊക്കെ ഉണ്ടായിരുന്നു. ആ ചാറ്റ മഴയെ കൂടെ ആ സ്ട്രീറ്റിലൂടെ ഞങ്ങൾ നടന്ന് അടുത്തെത്തിയത് അംബ്രല്ല സിറ്റിയിലോട്ടാണ്. ഈ അംബ്രല്ല സിറ്റി എന്നുള്ളൊരു പേര് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു കാണാൻ എങ്ങനെയായിരിക്കുമെന്ന്. ഒരുപാട് നിറത്തിലുള്ള കുടകൾ ഇങ്ങനെ തൂക്കി കിട്ടിയിരിക്കുന്നത് പോലായിരുന്നു അംബ്രല്ല സിറ്റി കാണാൻ. വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു, ഒരുപാട് റീലെടുത്തു. ആ മഴയും കൂടെ ആയതുകൊണ്ട് ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞങ്ങളങ്ങനെ ക്യൂബക് സിറ്റിയുടെ ഭംഗിയെല്ലാം ആസ്വദിച്ചു. ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങൾ ഇനി അടുത്ത് പോകുന്നത് മോൺട്രിയലിലേക്ക്. ഇനി മോൺട്രിയലിലെ ഒട്ടാവയിലെയും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.